സമൂഹത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ പ്രതിഷേധിച്ച് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലും രണ്ടാമത്തെ ഏറ്റവും വലിയ സിറ്റിയായ ചിറ്റാഗോങ്ങിലും ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ റാലി സംഘടിപ്പിച്ചിരിക്കുന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിലാകെ ഈ ഹിന്ദുക്കളെ ഒറ്റതിരിഞ്ഞ് വനിതകളാകട്ടെ പുരുഷന്മാരാകട്ടെ അവിടുത്തെ സാധാരണക്കാരായ സമൂഹത്തിന്റെ ഉന്നത രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വനിതകളെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും മൃഗീയമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെല്ലാം കണ്ടതാണ്. ഇവിടുത്തെ പൊതു മിഥ്യാ മാധ്യമങ്ങളെല്ലാം, പൊതു സമൂഹത്തിലുള്ള മാധ്യമങ്ങളാരും അത്തരം വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഏതൊരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എല്ലാവരുടെയും വാട്സാപ്പ്, ഫേസ്ബുക്ക് പോലുള്ള എല്ലാവരുടെയും കൈവശങ്ങളിൽ എത്തിച്ചേർന്നാണ് അവിടെ നടക്കുന്ന ക്രൂരമായ, ഇപ്പോൾ ഇന്നിവിടെ വരുന്ന വാർത്തകൾ ബംഗ്ലാദേശിന്റെ തലസ്ഥാനത്ത് ധാക്കയിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 52 ജില്ലകളിലും ഹിന്ദുക്കൾക്ക് നേരെ മൃഗീയമായ ആക്രമണം നടത്തുകയാണ് ഉണ്ടായത്. വീടുകളും ഹിന്ദുക്കളായിട്ടുള്ളവരെ വീടുകളും സ്ഥാപനങ്ങളും പല ഹിന്ദു ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ട ഷേഖ് ഹസീനയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന 2 ഹിന്ദു ലീഡർമാരെ മൃഗീയമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. പല മുസ്ലിം വിദ്യാർത്ഥികളെ മുൻനിർത്തിയായിരുന്നു ഈ ബംഗ്ലാദേശിലും ധാക്കയിലും ഒക്കെ ഉണ്ടായ ആക്രമങ്ങൾ. സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇവിടെ ഗാസ, സേവ് ഗാസ എന്ന് പറഞ്ഞ് വിലപിക്കുന്നവരാ ഇവിടെ എങ്ങും ആരെയും കണ്ടില്ല. ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ളവർ ആരെയും ഇത്തരം കൊലപാതകങ്ങളും അക്രമങ്ങളും നടക്കുന്നത് ആരും കണ്ടില്ല. പക്ഷേ ബംഗ്ലാദേശിൽ ധാക്കയിലും സംഘടിപ്പിച്ചതുപോലെ US-ലും UK-ലും റാലി സംഘടിപ്പിച്ചതാണ് ഹിന്ദു സംഘടനകൾ. അതേപോലെ കേരളത്തിൽ ഹിന്ദു ഐക്യവേദി കേരളത്തിലും റാലികൾ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ ആരും അത്ര തന്നെ ശ്രദ്ധിക്കപ്പെടില്ല. ഹിന്ദു ഐക്യവേദി എല്ലാ താലൂക്ക് തലങ്ങളിലും ഒക്കെ ഹിന്ദുക്കളുടെ കൂട്ടായ്മയായിട്ട് സമാധാനപരമായിട്ട് അവര് ബംഗ്ലാദേശിന്റെ അക്രമത്തിലെ പ്രതിഷേധിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രകടനങ്ങളൊക്കെ നടത്തുകയുണ്ടായി. വളരെ മൃഗീയമായിട്ട് ഒരു മനുഷ്യ ജീവിതങ്ങൾ മനുഷ്യനെ ഇങ്ങനെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തുമെന്നുള്ള ഒരു രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടായി. ഒരു രാജ്യത്ത് പ്രധാനമന്ത്രി മാറുന്നു, മറ്റൊരു രാജ്യത്ത് അഭയം തേടുന്നു. അവിടെ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ളവർ ഇത്ര മൃഗീയമായി കൊല്ലുക, മൃഗീയമായി പീഡിപ്പിക്കുക, എന്താണ് അവരുടെയൊക്കെ മനസ്സിലുള്ളത്? പക്ഷേ ഇന്ന് ലക്ഷക്കണക്കിന് വരുന്ന ഹിന്ദുക്കളാണ് അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആരായാലും ഏതായാലും അളമുട്ടിയാലും ഏത് പാമ്പും അല്ലെങ്കിൽ ആരും കടിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇത്രയും മൃഗീയമായ ആക്രമണങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴാണ് ലോകത്തുള്ള ഹിന്ദുക്കളെല്ലാം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ അവർ ഒരുമിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ അധികാരമേറ്റ മുഹമ്മദ് യൂനുസ്, ചീഫ് അഡ്വൈസറായ പ്രധാനമന്ത്രി പദത്തിന് തുല്യമായ മുസ്ലിം ബദർഗുട്ടിന്റെ സ്വന്തം ആളായ മുഹമ്മദ് യൂനുസ് ഇത്തരം അക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടില്ല. ഇത്തരം അനീതിക്കെതിരെ, ഈ കൊന്നവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ആഹ്വാനം ചെയ്തിട്ടില്ല, എന്തും ചെയ്തിട്ടില്ല. കാര്യം കൊന്നതെല്ലാം അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളായതുകൊണ്ടാണോ മുഹമ്മദ് യൂനുസ് ചീഫ് അഡ്വൈസർ ആയത്? ഇതുവരെയും ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല, ഇത് അപലപനീയമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും ഹിന്ദുക്കളുടെ ശക്തി അവിടെ 1 ലക്ഷമെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൊണ്ട് അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴെങ്കിലും ചീഫ് അഡ്വൈസർ സമാധാനം പാലിക്കണമെന്ന് പറയുമെന്ന് വിശ്വസിക്കാൻ നമുക്ക്.